ഒരു സാധാരണക്കാരന് ഒരു സെക്കൻഡ് ഹാൻഡ് ഇതുപോലൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ അയാൾക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമോ? സർവീസ് എന്ന് വെച്ചാൽ നമുക്കൊരു 13,000-14,000 റുപ്പീസേ ആവത്തുള്ളൂ. ഇതിന് മൈലേജ് എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെ ഒരു സാധനം കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും താന്നിരിക്കുമ്പോഴത്തേക്ക് ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ ഒരു ഇഷ്യൂ ചെറിയ രീതിയിൽ വന്നേക്കാം എങ്കിൽ പോലും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക് പ്രോ റിവ്യൂസ്. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണ് ബെൻസോ BMW പോലെയുള്ള ലക്ഷറി കാറുകളൊക്കെ വാങ്ങിക്കണം, യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ. പക്ഷെ വണ്ടിയുടെ കോസ്റ്റും അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോസ്റ്റും ഓർത്ത് നമ്മളാരും ആ ഒരു റിസ്കിലേക്ക് പോകാറില്ല. ഒരുമാതിരിപ്പെട്ട സാധാരണക്കാരൊന്നും ആ റിസ്കിലേക്ക് പോകാറില്ല. ഇത് ഡോക്ടർ ജെഫ്രിയുടെ C ക്ലാസ് ബെൻസ് ആണിത്. ജെഫ്രിന്റെ കസിനാണ്. സോ ജെഫ്രിയുടെ അടുത്ത് നമുക്ക് ചോദിക്കാം, ഇതുപോലെയുള്ള ഒരു വണ്ടി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് എന്തൊക്കെ ചെലവുകളുണ്ട്, അതിന്റെ മെയിൻറ്റെയിൻസ് എങ്ങനെയാണ്, എത്രത്തോളം എക്സ്പെൻസ് ഇതിന് വരുന്നുണ്ട്, അതിന്റെ മൈലേജ് എങ്ങനെയാണ്, ഇതിന്റെ സർവീസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽ ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് തിരുവോണ ദിവസമാണ്. ഈ ദിവസം തന്നെയാണ് നമ്മളിവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഓണത്തുമ്പികളൊക്കെ നമ്മുടെ ക്യാമറയുടെ മുന്നിൽ കൂടെ പറക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓണം ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ പ്രധാനമായിട്ട് വന്നിരിക്കുന്ന മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫ്രണ്ടിലത്തെ ഗ്രില്ല് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് വരുന്ന ഒരു ഗ്രില്ലിലേക്ക് ഇത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് അസംബ്ലി കുറച്ചുകൂടെ പുതിയ യൂണിറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ ഒരു പ്രൊജക്ടർ LED ഫോഗ് ലാമ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് കാണാൻ പറ്റും. സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് 18 ഇഞ്ച് അലോയിയാണ് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ ലോ പ്രൊഫൈൽ വിട്ട് കൂടിയിട്ടുള്ള ഒരു ടയർ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. AMGയുടെ അലോയിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇനി സൈഡിലേക്ക് വരുമ്പോഴത്തേക്കെല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. റൂഫ് വരുമ്പോഴത്തേക്ക് 3Mന്റെ ഒരു റാപ്പിംഗ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിയർ ആൻറ്റിനെയും റാപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. നമുക്കിവിടെ പാർക്കിംഗ് സെൻസേഴ്സും നല്ല വലിപ്പമുള്ള എക്സോസ്റ്റ് മഫ്ലറും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ബൂട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ സാധനങ്ങളെല്ലാം നമുക്കിവിടെ എടുത്തു വെക്കാൻ പറ്റും. ഇവിടെ ആണെങ്കിൽ ഒരു റെഡ് ലൈറ്റ് ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇൻറ്റീരിയറിൽ എന്തൊക്കെയാണ് ഇതിനകത്ത് ഫീച്ചേഴ്സ് ഉള്ളത്, എന്തൊക്കെയാണ് ഇതിനകത്ത് അഡീഷണലി കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ കീ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ടൈപ്പ് കീ ആണ് വരുന്നത്. കീ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് ബട്ടൺസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഡ്രൈവർ സീറ്റാണ് ഈ വണ്ടിയിൽ നമുക്ക് വന്നിട്ടുള്ളത്. കീ ഇൻസേർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക, തിരിക്കുക. പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ സ്റ്റിയറിംഗ് ലോക്കൊക്കെ എടുക്കും. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ഫയർ എക്സ്റ്റിങ്വിഷർ സിസ്റ്റം ഒക്കെ ഇവിടെ കൊടുത്തിട്ടുമുണ്ട്. ഇനി ഈ വണ്ടിക്കുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന സാധനമാണ്. ഇത് ബ്രേക്ക്, ആക്സിലേറ്റർ, അതിൻ്റെ താഴെ ഇങ്ങനെ ഒരു സാധനം കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്കാണ്. ഇത് ശരിക്കും ഹാൻഡ് ബ്രേക്ക് അല്ല, കാലുകൊണ്ടാണ് ഈ ബ്രേക്ക് ഇടേണ്ടത്. ബ്രേക്ക് ഇടുന്നത് ഇവിടെയും റിലീസ് ചെയ്യുന്നത് ഇവിടെ പാർക്ക് ബ്രേക്ക് ഉണ്ട്. ഇതിൽ ജസ്റ്റ് ഒന്ന് വലിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് റിലീസായിട്ട് വരും. കണ്ടില്ലേ, അത് മുന്നോട്ട് തിരിച്ചു വന്നു. തിരിച്ച് നമ്മളൊന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പായിട്ട് പാർക്ക് ബ്രേക്ക് ആവുകയും ചെയ്യും. ഇതിനകത്ത് ഒരു 70 മാറ്റും ഇട്ടിട്ടുണ്ട്. സീറ്റ് കവറൊക്കെ വളരെ ഭംഗിയുള്ള ബ്ലാക്ക് ഇൻറ്റീരിയർ കിട്ടുന്നത് പോലെയുള്ള സീറ്റ് കവേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് മിക്സ് ചെയ്തിട്ടുള്ള ഇൻറ്റീരിയറാണ് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നത്. ഇനി നമുക്ക് വണ്ടിക്കുള്ളിലേക്ക് കയറിയിരിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു TFT സ്ക്രീൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാനും സാധിക്കും. ഡോറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസും അതുപോലെ തന്നെ വിൻഡോയുടെ അഡ്ജസ്റ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡോർ ലോക്ക് അൺലോക്കിന് വേണ്ടിയിട്ടും ഒരു സിൽവർ കളറിലുള്ള ലിവറും കൊടുത്തിട്ടുണ്ട്. വണ്ടിയിൽ അഡീഷണൽ ആയിട്ട് മറ്റൊരു കാര്യം ചെയ്തിരിക്കുന്നത് ഈ ഒരു റിയർ വ്യൂ മിററാണ്. ഇതിൽ ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെ റെക്കോർഡ് ചെയ്യുന്ന ഒരു മിററാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഫുൾ ടൈം ഇതിനകത്ത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ ഫ്രണ്ടും ബാക്കും നമുക്ക് ഒരുപോലെ കാണാനും സാധിക്കും. ടച്ച് സ്ക്രീനാണ് ഇത് വരുന്നത്. നല്ല ക്ലാരിറ്റിയിലാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ റിവേഴ്സ് ഗിയർ ഇടുകയാണ് എന്നുണ്ടെങ്കിൽ ഫുള്ളി നമുക്കിതിനകത്ത് റിവേഴ്സ് മോഡിലേക്ക് മാറും. അല്ല നോർമൽ യൂസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ
ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് റിയർ വ്യൂ മാത്രമായിട്ട് ഇടാം, അല്ല ഫ്രണ്ടും ബാക്കും ഒരുപോലെ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, റെക്കോർഡ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു ആഫ്റ്റർ മാർക്കറ്റ് റിയർ വ്യൂ സിസ്റ്റവും കൂടെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇനി സെൻറ്ററിൽ നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും ഒരു TFT സ്ക്രീനാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് വണ്ടിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഫീച്ചറും വരുന്നുണ്ട്. സർവീസ് ചെയ്യുന്ന സമയത്ത് ഇവർക്കിത് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കിവിടെ ഒരു നോബ് കൊടുത്തിട്ടുള്ളത്. ഈ നോബ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് എല്ലാ ഓപ്ഷൻസും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇനി ഗിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഗിയറാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് എക്കണോമിക് മോഡിലേക്കും സ്പോർട്ട് മോഡിലേക്കും മാറ്റാൻ സാധിക്കും. ഇവിടെ ഏത് ഗിയറിലാണെന്നുള്ളതും ഏത് മോഡിലാണെന്നുള്ളതും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാനിപ്പം എക്കണോമിക് മോഡിലാണ്. സ്പോർട്ട് മോഡിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് അത് സ്പോർട്ടാണ് എന്ന് കാണിക്കുന്നുണ്ട്. ഡ്രൈവ്, ന്യൂട്രൽ, പാർക്ക്, റിവേഴ്സ്, പാർക്ക് എല്ലാം ഗിയർ മാറ്റുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് TFT സ്ക്രീനിൽ ഇത് കാണിച്ചു തരും. അതുപോലെ തന്നെ RPM മീറ്ററും ഫ്യൂൽ ഗേജും മറ്റു കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഇത് പഴയ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾ സിസ്റ്റമാണ് ഇതിനകത്തുള്ളത്. ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് AC സിസ്റ്റവും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു ആംബ്രസ്റ്റും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആംബ്രസ്റ്റ് ഓപ്പൺ ആയി വരും. അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇനി റിയറിലേക്ക് കയറുമ്പോഴത്തേക്ക് ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു സീറ്റും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് സീറ്റ് പോക്കറ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. റിയർ AC വെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ലംബാർ സിസ്റ്റം അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലിവർ നമുക്ക് ഡ്രൈവിംഗ് സീറ്റിലും കോ ഡ്രൈവർ സീറ്റിലും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ സീറ്റ് പോക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റിയറിൽ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള സൺ വൈസറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ പവർ വിൻഡോ കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും നമുക്കൊരു സൺ ബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇൻബിൽട്ട് ആയിട്ട് ഡീഫോൾട്ട് ആയിട്ട് വണ്ടിയിൽ വരുന്ന കാര്യം തന്നെയാണ്. സോ മൊത്തത്തിൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു ലക്ഷറി വണ്ടി തന്നെയാണ് ഇത്. അപ്പോൾ ഇത് ജെഫ്രിയുടെ 2012 മോഡൽ ബെൻസ് ആണ്. ഈ ഒരു വണ്ടി ജെഫ്രിയും ജെഫ്രിയുടെ ഫാദർ മോൻസാച്ചനുമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് ജെഫ്രി തന്നെയാണ്. ജെഫ്രി മെഡിസിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും എല്ലാം യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടി ഇതാണ്. സോ ജെഫ്രിയുടെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം ഈ വണ്ടിയിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻ ആണ് ചെയ്തത്, ഇതിൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് എങ്ങനെയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽ ഒക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ജെഫ്രി, ഇതിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെ ആദ്യമേ ചോദിക്കാം. വണ്ടി മോഡിഫിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ ഇതൊരു ഫുൾ പെയിന്റ് അടിച്ചിട്ടുണ്ട്. വണ്ടി ഓക്കെ, ഫുൾ കോട്ടിംഗ് പെയിന്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിന് സെറാമിക് കോട്ടിംഗ് അടിച്ചിട്ടുണ്ട് 7 ലെയർ. പിന്നെ വണ്ടിക്ക് ഹെഡ്ലൈറ്റ്സ് മാറ്റിയിട്ടുണ്ട്. വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ഗ്രിൽസ് സ്പോർട്ടി ലുക്ക് ആക്കിയിരിക്കുക. ഓക്കെ, വണ്ടിയുടെ ടയർ ഒരു 18-19 ഇഞ്ച് അലോയ് വിത്ത് മിഷൽ ടയേഴ്സ് മാറ്റിയിട്ടുണ്ട്. ലോ പ്രൊഫൈൽ ടയേഴ്സ് തന്നെ. പിന്നെ സീറ്റ് കവേഴ്സും സൗണ്ട് സിസ്റ്റവും. അത്രേ ഉള്ളൂ. പിന്നെ റൂഫ് ഒന്ന് M3 അടിച്ചിട്ടുണ്ട്, മാറ്റ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് മോഡിഫിക്കേഷൻ എന്ന് പറയാനായിട്ട്. അതായത് ഓൾമോസ്റ്റ് സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പൊ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം ഒന്ന് ചോദിക്കാം. ഇത് 2012 മോഡൽ C ക്ലാസ് C220D അല്ലേ? C220, അതെ. ഓക്കെ, ഡീസൽ വണ്ടിയാണ്. എന്താണ് എഞ്ചിൻ സ്പെസിഫിക്കേഷൻ എങ്ങനെയുള്ളതാണ്? ഇത് നമ്മുടെ 2.2 ലിറ്റർ എഞ്ചിനാണ് വണ്ടിക്ക്. അതിൻ്റെ കൂടെ മാക്സിമം ടോക്ക് ഒരു 170 bhp ആയിരിക്കും. ഒരു മാക്സിമം പവർ എന്ന് പറയുമ്പോൾ നമുക്കൊരു 400 ന്യൂട്ടൺ മീറ്റർ കിട്ടും. എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു ചോദ്യമാണ്, ഇതിന് മൈലേജ് എങ്ങനെയാണ് വരുന്നത്? ഡീസൽ വണ്ടി നമുക്ക് ഈസി ആയിട്ട് ഒരു 14-15 മൈലേജ് കിട്ടും. അത് ഹൈവേയിലാണോ അതോ നമ്മളുടെ ടൗണിലാണോ? നമ്മൾ സിറ്റി ഡ്രൈവ് ആണെങ്കിൽ ഒരു 13 to 14, ഹൈവേ ആണെങ്കിൽ ഒരു 14, 15, 16 ആ റേഞ്ചിൽ അത് ഓടിക്കുന്ന അനുസരിച്ചിരിക്കും. നമ്മൾ എത്രയും ത്രോട്ടിൽ കൊടുക്കുന്നോ അത്രയും പെട്രോൾ കൺസംഷൻ ഉണ്ട്. പക്ഷേ ഇറ്റ്സ് അറൌണ്ട് 15. ഓക്കെ, ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതുവരെ? വണ്ടി ഒരു 96,400-500 കിലോമീറ്റർ റണ്ണിങ്. അപ്പോൾ ഓൾമോസ്റ്റ് 1 lakh കിലോമീറ്ററിന് അടുത്ത് ഇതുവരെ നമ്മൾ റൺ ചെയ്തിട്ടുണ്ട്. എനിക്കപ്പം എല്ലാവർക്കും ചോദിക്കാൻ ആഗ്രഹമുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇതിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് എങ്ങനെയാണ് വരുന്നത്? ഇതിനെങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റുകളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ വല്ലതും വരാറുണ്ടോ? ഇല്ല, സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ മെയിൻ്റെനൻസ് ആയിട്ട് കൂടുതൽ പൈസ ഒന്നും വണ്ടി ചിലവാകാറില്ല. ഇതൊരു നമ്മൾ ടൈം ടു ടൈം ഇയർലി സർവീസ് ചെയ്ത് കൊടുക്കുക. That will cost you about 10,000 to 14,000 rupees. എഞ്ചിൻ ഓയിൽ, നമ്മുടെ എയർ ഫിൽറ്റേഴ്സ്, ഇത് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത് കൊടുക്കുക ടൈം ടു ടൈം. പിന്നെ അതല്ലാതെ വേറൊരു പണി നമുക്ക് ഇതുവരെ വണ്ടിക്ക് വന്നിട്ടില്ല. ഓക്കെ, പ്രോപ്പർ ആയിട്ട് സർവീസ് ചെയ്ത് പോവുകയാണ് നമുക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല എന്നുള്ളതാണ്.
ഓക്കെ. ഇത് എവിടെയാണ് സർവീസ് ചെയ്യുന്നത്? ബെൻസിന്റെ ഷോറൂമിൽ തന്നെയാണോ അതോ ആഫ്റ്റർ മാർക്കറ്റ് സർവീസ് സെന്ററിലാണോ? ബെൻസ് തന്നെയായിരുന്നു ചെയ്യിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു 2 പ്രാവശ്യമായിട്ട് നമ്മുടെ MC റോഡിൽ ഒരു ജർമ്മൻ ടെക് എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട്, കോട്ടെ. അവിടെയാണ് ഇപ്പൊ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ. ദേ ഓൾസോ നോട്ട് ബാഡ്. ദേ ഡു ദ ഗുഡ്. അവര് ലക്ഷറി കാർസിന്റെ സർവീസ് ചെയ്യുന്ന നല്ല ലക്ഷറി കാർസ് dealers. അവിടെ മോസ്റ്റ്ലി ജർമ്മൻ കാർസ് ആണ്, ഓക്കെ. പക്ഷേ ദേ ഡു എ ഗുഡ് ജോബ്. ഓക്കെ. നൈസ്. അപ്പൊ അവിടെയും ഈ പറയുന്ന ഒരു 14-15,000 നമുക്ക് ഇയർലി സർവീസ് നമുക്ക് അതെ അതെ, maintain 12 ചെയ്ത് to കൊണ്ടുപോകാൻ 14,000 റുപ്പീസ് ബേസിക് സർവീസ് എന്ന് വെച്ചാൽ നമുക്കൊരു 13-14,000 റുപ്പീസേ ആവത്തുള്ളൂ. ഒരു സാധാരണക്കാരന് ഇതുപോലൊരു വണ്ടി, അതായത് 8 ഇയേഴ്സ് അല്ലെങ്കിൽ 10 ഇയേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു സെക്കൻഡ് ഹാൻഡ് ബെൻസ് അല്ലെങ്കിൽ BMW ഓഡി പോലെയുള്ള വണ്ടി എടുത്തു കഴിഞ്ഞാൽ അയാൾക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമോ? അതിന്റെ ഒരു മെയിൻ്റെനൻസ് കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ. സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. നമ്മൾ വണ്ടി എടുക്കുമ്പോൾ അത് ചെക്ക് ചെയ്ത് എടുക്കണമെന്നേ ഉള്ളൂ. നല്ല ഓക്കെ. വണ്ടി എടുക്കുക, അതിന്റെ എഞ്ചിൻ, ഗിയർ ബോക്സ്, ചേസ്, സസ്പെൻഷൻ ചെക്ക് ചെയ്തെടുക്കുക, ഉം. വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററി നോക്കിയെടുക്കുക, വണ്ടിയുടെ ഓണർഷിപ്പ് നോക്കിയെടുക്കുക, ആരായിരുന്നു യൂസ് ചെയ്തത് നോക്കിയെടുക്കുക. അത്രേ ഉള്ളൂ. ഇഫ് യു ഗെറ്റ് എ ഗുഡ് കാർ, പിന്നെ അതിന്റെ എഞ്ചിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. സർവീസ് മാത്രം പ്രോപ്പറായിട്ട് കൊണ്ടുപോയാൽ മതി. കറക്റ്റ് ടൈമിന് സർവീസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. എന്തോ മെയിൻ്റെനൻസ് വരുന്നോ അത് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇതിന്റെ റൈഡ് കംഫോർട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ എങ്ങനെയുണ്ട്? ഇത്രയും ലക്ഷറി കാറാണ്, ഇത്രയും വിലയുള്ള വണ്ടിയാണ്. അപ്പം നമുക്കിപ്പോ ഏകദേശം ഒരു 12 ഇയേഴ്സോളം ആയിട്ടുണ്ട്. നമുക്കൊരു 8 ഇയേഴ്സ് ഒക്കെ മാക്സിമം കഴിയുമ്പോഴത്തേക്ക് വണ്ടിയുടെ വാറണ്ടി തീരും, ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് തീരും, നമുക്ക് ആ ഒരു പുതുമ നഷ്ടപ്പെടും. ഇപ്പോഴും 12 ഇയർ ആയിട്ടും ആ ഒരു കംഫോർട്ട് കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും കിട്ടുന്നുണ്ടോ അതോ അതിൽ എന്തെങ്കിലും കുറവ് വന്നതായിട്ട് ഇല്ല തോന്നുന്നുണ്ടോ? ഇല്ല, വണ്ടി നമ്മൾ 12 ഇയേഴ്സ് ആയെങ്കിലും നമ്മൾ വാങ്ങിച്ച അന്ന് മുതലുള്ള ഇന്ന് വരെയുള്ള അതിന്റെ ഒരു റൈഡ് ക്വാളിറ്റിയും എക്സ്പീരിയൻസും സെയിമാണ്. ഉം. യു ഓൾവേസ് ഫീൽ ഗുഡ് വെൻ യു ഡ്രൈവ് ദ കാർ. അതിനങ്ങനെ പ്രശ്നങ്ങളൊന്നും തന്നെ നമുക്ക് ഇല്ല ഇല്ല ഫീൽ ചെയ്യുന്നില്ല. ഇല്ല, അതെപ്പോ അത് ഒരു ഡ്രൈവ് വണ്ടി നമ്മൾ കൊണ്ടുപോയാലും ഒരു ഹാപ്പി ആയിട്ട് നമ്മൾ തിരിച്ചു വരത്തുള്ളൂ. ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടാൻ പറ്റത്തില്ല എന്ന് പറ്റത്തില്ല. പറയുന്നത് അതെ ഇതുപോലെ അതെ തന്നെയാണ്. അത് എന്ത് വന്നാലും അതിനൊരു കുറവ് വരത്തില്ല. ആ ഒരു അതെ ബ്രാൻഡിന്റെ ലക്ഷറി അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അതെ പോകുന്നുണ്ട്. പഴക്കമുള്ള വണ്ടിയാണെങ്കിൽ പോലും ആ ഒരു ലക്ഷറി ഫീലിനും കംഫോർട്ടിനും യാതൊരു കുറവും വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വണ്ടി യൂസ് ചെയ്ത് കഴിയുമ്പോൾ. പക്ഷെ ഒരു കാര്യമുള്ളത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. എൻ്റെ ഒരു അനുഭവത്തിൽ ഈ ഏജൻസി നടത്തുന്ന ഒരു ആളിൽ നിന്ന് എനിക്കറിയാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടി പല ടൈപ്പിൽ അവർ വിൽക്കുന്നുണ്ടാവും. അതെ ഏറ്റവും വില കുറഞ്ഞ് 7 സീരീസ് വണ്ടി വരെ 6 ലക്ഷത്തിന് വിൽക്കുന്ന ആളുകളുമുണ്ട്. പക്ഷെ അവർ തന്നെ പറയുന്നത് ഈ ഒരു വണ്ടി മാക്സിമം ഓടാൻ പോകുന്നത് 2000 കിലോമീറ്റേഴ്സ് ആയിരിക്കും. അതിനുള്ളിൽ മേജർ സർവീസ് വാങ്ങിക്കുന്ന ആൾ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ വണ്ടി ടോട്ടൽ ലോസ് ആയി പോകും. ആ രീതിയിലാണ് അവർ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതെ, പക്ഷെ നമ്മൾ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു നമുക്ക് കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ലാതെ ഒരു പ്രശ്നമില്ല. കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ബാക്കി വണ്ടികൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന അത്രയും മെയിൻ്റെനൻസേ ഉള്ളൂ. ജസ്റ്റ് അവർ 4-5,000 കൂടുതൽ നമ്മൾ സർവീസിന് മുടക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇതില് നമുക്ക് ഏകദേശം 1 lakh കിലോമീറ്റർ അടുത്തായിട്ടുണ്ട്. മേജർ സർവീസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടോ? 1 lakh കഴിയുമ്പം ഒരു കുറച്ചും കൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സർവീസ് ചെയ്യും. ഉം. അത് അഗെയിൻ ലൈക്ക് ഐ സെഡ് നമ്മൾ ചെയ്യുന്ന സർവീസ് സെന്ററിന് അനുസരിച്ചിരിക്കും. സോ ദേ ഹാവ് എ ഗുഡ് ഐഡിയ അബൌട്ട് ദ പാർട്സ് ദാറ്റ് ഹാസ് ടു ബി റിപ്ലേസ്ഡ്. ഓക്കെ. അപ്പം നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കുക, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റി കൊടുക്കുക. ഉം. ഇതുവരെ അങ്ങനെ വലിയ മേജറായിട്ട് മാറ്റേണ്ടി ഒന്നും വന്നിട്ടില്ല. നമ്മൾ വണ്ടി ഫുൾ സ്റ്റോക്ക് ആണ്. ഉം. ആകെപ്പാടെ പെയിന്റും എക്സ്റ്റീരിയറിൽ ഒരു 2-3 പണി ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് ഒന്ന് പുതുമ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഒരു ഇടയ്ക്ക് വൈബ് ചേഞ്ച് ചെയ്യാനായിട്ട് Yes. ഒരു മാറ്റം, അത്രേ ഉള്ളൂ. Okay. അല്ലാതെ വണ്ടിക്ക് അങ്ങനെ ഇന്ന് വരെ ഇഷ്യൂ ആയിട്ട് കംപ്ലൈന്റ് ആയിട്ടൊന്നും എനിക്ക് പറയാനില്ല. ഇപ്പോഴും പ്രോപ്പർ ആയിട്ട് തന്നെ maintain ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി. ഓക്കെ. അപ്പം പഴക്കമല്ല വണ്ടിയുടെ ഒരു ആയുസ് തീരുമാനിക്കുന്നത്. നമ്മൾ അതിനകത്ത് കൊടുക്കുന്ന സർവീസും നമ്മൾ എത്രത്തോളം കെയർ ചെയ്ത് ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെ വണ്ടിയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ ആയാലും എത്ര വർഷമായാലും നമുക്ക് പ്രോപ്പറായിട്ട് നല്ല ഒരു ഔട്ട്പുട്ട് നമ്മളുടെ വണ്ടി നമുക്ക് തരും എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. അപ്പൊ ജെഫ്രി, താങ്ക് യു സോ മച്ച്. വെരി നൈസ് മീറ്റിംഗ് യു. ഹാപ്പി ഓണം. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്കപ്പം വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. ഇതിന് ഇൻഡിക്കേറ്റർ ഒക്കെ വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. നമ്മൾ ജർമ്മൻ കാർസിലൊക്കെ വരുന്നത് പോലെ ലെഫ്റ്റ് സൈഡ് നോക്കണം. നമ്മൾ റൈറ്റ് സൈഡിൽ പിടിക്കാൻ നോക്കിയാൽ ഇവിടെ ഒന്നുമില്ല. നമ്മുടെ വൈപ്പറിന്റെ ആണെങ്കിലും ഇൻഡിക്കേറ്ററിന്റെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഈ ലെഫ്റ്റ് സൈഡിൽ മാത്രമാണ് വരുന്നത്. ഈ സൈഡിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഡ്രൈവിലേക്ക് പോകുമ്പോഴത്തേക്ക് നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്, യാതൊരു ഇതുമില്ല. ഇങ്ങനെ ഒഴുകി പോകുന്ന ആ ഒരു ഫീലാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ തീരെ താന്നാണ് ഇരിക്കുന്നത്. തീരെ താന്ന് പറയുമ്പോൾ ഇച്ചിരി ഹൈറ്റ് ഉള്ളവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വന്നേക്കാം ഇതിനകത്തോട്ടൊന്ന് കയറി കിട്ടാനായിട്ട്. പക്ഷെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എന്താണ് കിടന്നു പോകുന്ന ഒരു ഫീലാണ്. ഇത്രയും ലോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ആ റൈഡ് കംഫോർട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും. അതായത് നമ്മൾ ഓരോ SUV-യിലേക്ക് കയറും തോറും
ഓരോ SUV-യിലും എത്രത്തോളം പൊക്കം കൂടുന്നോ അത്രത്തോളം വണ്ടിക്ക് ഒരു കുടുക്കവും കാര്യങ്ങളും വരും. ഈ ഒരു സെഡാന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ കുടുക്കം ഇല്ല എന്നുള്ളതാണ്. ഇത്രയും താന്നിരിക്കുമ്പോഴത്തേക്ക് ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ ഒരു ഇഷ്യൂ ചെറിയ രീതിയിൽ വന്നേക്കാം, എങ്കിൽ പോലും ഇത്രയും താന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് അത്രയും യാത്രാസുഖമാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ബെൻസ് എന്ന് പറയുന്ന ബ്രാൻഡിന് റൈഡ് ക്വാളിറ്റി ഇത്രയും നല്ലത്. അതായത് ലക്ഷറിയും അതുപോലെ തന്നെ കംഫോർട്ടും മിക്സ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് കിട്ടുന്നതിന്റെ ഒരു കാര്യം ഇതുകൊണ്ട് തന്നെയാണ്. വളരെ ഭംഗിയായിട്ട് നമ്മളെ ഇങ്ങനെ റോഡിൽ കൂടെ ഒഴുക്കിക്കൊണ്ട് പോകുന്ന ഒരു ഫീലാണ്. സ്റ്റിയറിംഗ് ഒക്കെ ആണെങ്കിൽ നല്ല സ്മൂത്താണ്, അത്യാവശ്യം സൈസുള്ള വലിപ്പമുള്ള സ്റ്റിയറിംഗ് തന്നെയാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വണ്ടി അകത്ത് കയറി ഇരിക്കുമ്പോഴത്തേക്ക് ഇത്രയും നീളമുള്ള ഒരു വണ്ടിയാണെന്നോ ഇത്രയും ഒരു ടഫായിട്ട് നമുക്ക് ഓടിക്കേണ്ട വരുമെന്നോ ഒന്നും നമുക്ക് ഒരു ഫീലും വരുന്നില്ല. അത്യാവശ്യം ടൗണിൽ കൂടെ ഓടിക്കാനാണെങ്കിൽ പോലും നമുക്ക് വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. നമുക്ക് ബോണറ്റ് ആണെങ്കിൽ നമുക്ക് വണ്ടിക്ക് അകത്ത് ഇരുന്നാൽ നമുക്ക് കാണാൻ സാധിക്കും ആ ബോണറ്റിന്റെ ലെങ്ത് എങ്ങനെയാണെന്നുള്ളത്. സോ നമുക്ക് കൊള്ളിച്ച് നിർത്തുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പൊ എൻ്റെ ഒരു ഐയുടെ ആ ഒരു ലെവലിൽ തന്നെയാണ് ഇപ്പൊ ക്യാമറ പിടിച്ചിരിക്കുന്നത്. ഈ ലെവലിൽ നോക്കുമ്പോൾ കാണുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വണ്ടി ഓടിക്കുമ്പോഴേ നമുക്ക് കാണുന്നത്. ബോണറ്റ് നമുക്ക് കാണാം. സോ എവിടെയാണ് നമുക്ക് വണ്ടി കൊണ്ട് നിർത്തേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാവുന്നത് പോലെയാണ് ഇതിനകത്ത്. സോ ഒരു ഇത്രയും താന്നിരിക്കുന്ന വണ്ടിയിലാണെങ്കിൽ പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. ഇനി ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് എങ്ങനെയുണ്ട് ജെഫ്രി? എപ്പോഴും എവിടെയെങ്കിലും അടി തട്ടാറുണ്ടോ? നമ്മളൊരു ഹമ്പൊക്കെ കയറ്റുമ്പോൾ കുറച്ച് പിടിച്ചിറങ്ങണമെന്നേ ഉള്ളൂ. അത് നോർമൽ കൊച്ചു ഗഡ്ഡകൾക്കൊന്നും ഒരു പ്രശ്നമില്ല. ഇല്ല. എന്നാൽ വലിയ നോർമൽ ഒരു ഹമ്പോ ബ്രേക്കറോ എല്ലാം വരുവാണെങ്കിൽ നമ്മൾ പിടിച്ചിറക്കണം, അല്ലെങ്കിൽ Okay. അതിന്റെ താരത്തെ ബേസ് റോഡുമായിട്ട് ടച്ച് ആവും. ഓക്കെ. പക്ഷെ ആ റൈഡ് കംഫോർട്ട് നമുക്ക് അതുപോലെ കിട്ടുന്നുമുണ്ട്. പിന്നെ യെസ്. അപ്പൊ അങ്ങനെയാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ഒരാൾക്ക് പോലും വണ്ടി ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. കാലൊന്ന് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ വണ്ടി പറന്ന് കയറുകയും ചെയ്യും. എന്നാൽ നോർമലി വിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് പോവുകയും ചെയ്യും. സോ ഇത്രയും ഒരു 1,00,000 കിലോമീറ്ററിന് അടുത്ത് ഓടിയിട്ടുള്ള ഒരു വണ്ടിയാണ് എന്നുള്ളൊരു ഫീല് നമുക്ക് യാതൊരു കാരണവശാലും കിട്ടത്തില്ല. ഇതിനകത്ത് 2-3 കാര്യങ്ങൾ സെപ്പറേറ്റ് എടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പാസഞ്ചർ സീറ്റ് ആണെങ്കിൽ പോലും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റിന് നമുക്ക് സീറ്റ് ബെൽറ്റിന്റെ പ്രീ ടെൻഷൻ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. നമ്മളൊന്ന് സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളെ ഒന്ന് ടൈറ്റ് ചെയ്ത് വലിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ പോലും ആ ഒരു സീറ്റ് ബെൽറ്റ് നമ്മളെ തിരിച്ച് പുറകോട്ട് വലിച്ചു നിർത്തും. അതുപോലെ തന്നെ എയർ ബാഗ്, ABS, EBD അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വരാതെ വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടി. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടിരിക്കുക. അപ്പൊ ഋഷു അബ്രഹാം സൈനിങ് ഓഫ് വിത്ത് ജെഫ്രി. ഗുഡ് ബൈ.